നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LBSന്റെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായ ടൈം ഷെഡ്യൂൾ LBSന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിൽ പകുതി സീറ്റുകളിലെയും അഡ്മിഷൻ LBSന്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം അലോട്ട്മെന്റുകൾ നടത്തിയാണ് നൽകുന്നത്. ജൂൺ 15 വരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. ഓരോരുത്തരും ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് കൊടുക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസിന്റെയും അക്കാഡമിക് ഡീറ്റെയിൽസിന്റെയും വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ജൂൺ 26 LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. LBS വഴി ആപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവരും റെഗുലറായിട്ട് LBSന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം. പബ്ലിഷ് ചെയ്തു വരുന്ന പേഴ്സണൽ ഡീറ്റെയിൽസിലും അക്കാഡമിക് ഡീറ്റെയിൽസിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സമയം ഉണ്ട്. ജൂലൈ 2 വരെ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കാണിക്കും. തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജൂലൈ 2 വരെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതിനുശേഷം പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 8 താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ജൂലൈ 8 പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ 10 ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ള കാര്യം ഏകദേശം പറയുവാനായിട്ട് സാധിക്കും. അതിനുശേഷം 10 മുതൽ 15 വരെയാണ് കോളേജുകളുടെ ഓപ്ഷൻ നൽകേണ്ടത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു കഴിയുമ്പോൾ ഓരോരുത്തരും അവരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കോളേജ് ഓപ്ഷനുകൾ തയ്യാറാക്കി വെക്കണം. അതിനുശേഷം വേണം 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. 15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു കോളേജുകളും പുതിയതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. 15 താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കോളേജുകൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാറുവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. 15 മുതൽ 16 വരെ കോളേജ് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് 17 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തുവാനുള്ള സമയമാണ്. ഈ സമയത്ത് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്കും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുവാനും 17 മുതൽ 20 വരെ സമയമുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് 23 23 മുതൽ 25 വരെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തുവാനും കോളേജ് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാനും സാധിക്കും. 26 തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. 26 മുതൽ 29 വരെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തുവാനും കോളേജ് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാനും സാധിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിച്ച ശേഷം ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തിയ എല്ലാ കുട്ടികളും 31 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും ഒറിജിനൽ ഡോക്യുമെന്റ്സുകളുമായി നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് തന്നെ 1 വർഷത്തെ ഫീസ് അടയ്ക്കേണ്ടതായിട്ടും ഉണ്ട്. ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അഡ്മിഷൻ ക്യാൻസൽ ആകുന്നതുമാണ്. ആപ്ലിക്കേഷൻ നൽകിയ എല്ലാവരും റെഗുലറായിട്ട് LBSന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം. നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, അക്കാഡമിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. 26 ജൂൺ 26 പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് എല്ലാവരും ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള എല്ലാവരും അത് ചെക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജൂലൈ 2 വരെ കറക്റ്റ് ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.